കടുത്ത വിലപേശലുമായി PV അൻവർ. UDF അധികാരത്തിൽ വന്നാൽ തനിക്ക് ആഭ്യന്തരവും വനം വകുപ്പും നൽകണമെന്ന് ഉപാധികൾ. VD സതീശനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും ആവശ്യം. അൻവറിന് പരോക്ഷ പിന്തുണയേകി മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ. അൻവറിന്റെ കിളി പോയി എന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ. UDFിലേക്കുള്ള വാതിലുകളെല്ലാം കുട്ടിയടച്ചു എന്ന ബോധ്യമായിട്ടും മുന്നണി പ്രവേശനത്തിന് പുത്തൻ ഉപാധികളുമായി PV അൻവർ വീണ്ടും രംഗത്ത്. ആ ഉപാധികളാകട്ടെ രാഷ്ട്രീയ ബോധമുള്ള ആരും അംഗീകരിക്കുകയില്ലാതാനും. തന്നെ പാതി വഴിയിൽ പടിയിറക്കിവിട്ട VD സതീശനോടുള്ള വിദ്വേഷം തന്നെയാണ് അൻവറിന്റെ ഉപാധികളിൽ നിറഞ്ഞു നിന്നിരുന്നത്. VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് നിന്ന് മാറ്റണം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം UDF അധികാരത്തിലെത്തിയാൽ തന്നെ മന്ത്രിയാക്കണം. ആഭ്യന്തര വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും ചുമതല തനിക്ക് തന്നെ വേണം. കൂടാതെ മലപ്പുറം ജില്ലയെ വിഭജിക്കണം തുടങ്ങി ഒരു വിധത്തിലും UDF അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ആവശ്യങ്ങളാണ് PV അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. അൻവറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കടുത്ത തലവേദനയാണ് UDFിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിയായി M സ്വരാജ് രംഗത്തെത്തിയതോടെ നിലമ്പൂരിൽ പോരാട്ടം കടുത്തിരിക്കുകയാണ്. ആദ്യഘട്ടത്തിലെ ഈസി വാക്കോവർ എന്ന അവസ്ഥ മാറിയതായി UDF നേതാക്കൾക്കും നന്നായി അറിയാം. ഇഞ്ചോടിഞ്ച് പോരാട്ടമായതിനാൽ അൻവർ പിടിക്കുന്ന ഓരോ വോട്ട് സംബന്ധിച്ചും ഇരു മുന്നണികൾക്കും കടുത്ത ആശങ്കയുമുണ്ട്. പിണറായിയെ എതിർക്കുന്നുവെന്ന പ്രചരണവുമായാണ് അൻവർ ആദ്യം പ്രചരണ രംഗത്തെത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ ആക്രമണമുന തിരിച്ചിരിക്കുന്നത് UDF നേതാക്കൾക്കെതിരെയും സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെതിരെയുമാണ്. പ്രകോപന പ്രതികരണങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും ഇപ്പോഴും അൻവർ പ്രചരണ രംഗത്ത് വേണ്ടത്ര സജീവമായിട്ടില്ല. പത്രിക പിൻവലിക്കേണ്ടുന്ന അവസാന ദിവസവും UDF നേതാക്കൾ അൻവറുമായി രഹസ്യ ചർച്ചകൾ നടത്തിയിരുന്നു. അൻവറെ പിണക്കി മാറ്റി നിർത്താതെ ഒപ്പം നിർത്തണമായിരുന്നു എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് നേതാക്കൾക്കുള്ളത്. അൻവറുമായി ലീഗ് നേതാക്കൾ അനുനയ ചർച്ചകളും ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കർക്കശ നിലപാടുമായി രംഗത്തെത്തിയതും സമന്വയ നീക്കങ്ങളെ പൂർണ്ണമായും അട്ടിമറിച്ചതും. അതിൽ ലീഗ് നേതാക്കൾക്ക് കടുത്ത അതൃപ്തിയുള്ള വിവരം അൻവറിന് അറിയുകയും ചെയ്യാം. കോൺഗ്രസിനുള്ളിലും തലമുതിർന്ന പല നേതാക്കൾക്കും അൻവറെ ഏത് വിധേനയും തിരിച്ചു കൊണ്ടുവരണമെന്ന നിലപാടാണുള്ളത്. കഴിഞ്ഞ ദിവസമാണ് മുൻ KPCC പ്രസിഡന്റ് K സുധാകരൻ അൻവറെ UDFുമായി സഹകരിപ്പിക്കണം എന്ന തന്റെ മനസ്സിലിരിപ്പ് പരസ്യമായി വ്യക്തമാക്കിയത്. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് വിലപേശൽ നീക്കവുമായി വീണ്ടും അൻവർ രംഗത്തെത്തിയത്. K സുധാകരൻ അൻവറിന് പരോക്ഷ പിന്തുണ നൽകിയതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുമുണ്ട്. തന്നെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയതിനു പിന്നിൽ കളിച്ചത് VD സതീശനാണെന്ന് സുധാകരന് നന്നായി അറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തന്റെ പഴയ ശിഷ്യനായ അൻവറിനെ ഉപയോഗിച്ച് സതീശന് പണി കൊടുക്കാനുള്ള നീക്കമാണ് വിദഗ്ധമായി സുധാകരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സുധാകരൻ വനംവകുപ്പ് മന്ത്രിയായിരിക്കെ നിലമ്പൂർ കേന്ദ്രീകരിച്ച് മന്ത്രിക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിരുന്നത് അന്നത്തെ കോൺഗ്രസ് യുവ നേതാവായിരുന്ന അൻവറായിരുന്നു. അൻവർ കളം മാറിയെങ്കിലും സുധാകരനുമായുള്ള പഴയ ബന്ധം സുദൃഢമായി തുടരുന്നുമുണ്ടായിരുന്നു. ഇപ്പോൾ തന്റെ കടന്നാക്രമണങ്ങളെല്ലാം VD സതീശനെതിരെ അൻവർ തിരിച്ചതിലും വ്യക്തമായ നീക്കുപോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തം. ഇടത് കേന്ദ്രങ്ങൾ പോലും രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാതിരുന്ന പുനർജനി സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ അൻവർ ചർച്ചാ വിഷയമാക്കിയതിനു പിന്നിലും ഇത്തരം ഗൂഢലക്ഷ്യങ്ങൾ തന്നെയാണുള്ളത്. പുനർജനി സാമ്പത്തിക ഇടപാടിൽ VD സതീശനെതിരെ ഗുരുതര ആരോപണങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. അതിൽ തുടർ നടപടികൾ ഉണ്ടാകാതിരിക്കാൻ സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിനെതിരെ ചില ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കുകയല്ലാതെ വ്യക്തമായ തെളിവുകളോടെ ഒരു ആരോപണം പോലും സതീശൻ ഉയർത്താത്തത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള നീക്കുപോക്കുകൾ മൂലമാണെന്ന ഗുരുതര ആരോപണവും അൻവർ ഉയർത്തുന്നുണ്ട്. തനിക്ക് ആഭ്യന്തര വകുപ്പടക്കം വേണമെന്ന വിധത്തിൽ അൻവർ UDF നേതൃത്വത്തിനു മുന്നിൽ ഉപാധികൾ വയ്ക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ ഏവരും അത് തള്ളിക്കളയുകയാണ്. അൻവറിന് കിളി പോയി എന്ന വിധത്തിൽ സോഷ്യൽ മീഡിയകളിൽ ട്രോളുകളും ചർച്ചകളും സജീവമാണ് താനും. അതേസമയം തനിക്ക് പണി തന്ന സതീശന് അതേ നാണയത്തിൽ തന്നെ തിരിച്ച് പണി കൊടുക്കുകയാണ് അൻവർ ചെയ്യുന്നതെന്നതാണ് യാഥാർത്ഥ്യം. ഇതെല്ലാം കണ്ട് അണിയറയിൽ കൈകൊട്ടിച്ചിരിക്കുന്നതാകട്ടെ സാക്ഷാൽ K സുധാകരനും.